നമസ്കാരം. കാന്താത്തൂകുന്നു പൂമണം പണ്ടിതുപോലിമ്പമെഴും ഗന്ധം ഗന്ധിച്ചതില്ല കിം 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 കിം. ആദ്യകാല പിന്നണി ഗായകനായ വൈക്കം MP മണി പാടിയ ഈ പാട്ട് ഓർക്കാൻ കാരണം അസാമാന്യ ഘ്രാണശക്തിയുള്ള നമ്മുടെ ഡബിൾ എ റഹീമിനെ പറ്റി ചിന്തിച്ചപ്പോഴാണ്. റഹീമിന് ലുട്ടാപ്പിയെ പോലെ കുന്തത്തിൽ പോകാനും ഇംഗ്ലീഷ് അസാമാന്യമായി പ്രസംഗിക്കാനും മാത്രമല്ല, വളരെ സൂക്ഷ്മമായ ഗന്ധങ്ങൾ ഗന്ധിക്കാനുമുള്ള കഴിവുണ്ട്. ഭൂമിയിൽ ഏറ്റവും മികച്ച ഘ്രാണശക്തിയുള്ള സ്രാവിനെ പോലും പിന്തള്ളുന്ന ഘ്രാണേന്ദ്രിയമാണ് റഹീമിനുള്ളത്. നാക്കുപയോഗിച്ച് വായുവിലെ ഗന്ധമറിഞ്ഞ് ദൂരെ നിന്നുള്ള ഇരകളെ കണ്ടെത്തുന്ന ഒരുതരം ട്രാഗൺ ഉണ്ട്. അതിലും സൂക്ഷ്മമാണ് റഹീമിൻ്റെ ഘടനാവിശേഷം. ഒരാളുടെ ഗന്ധം അങ്ങനെ നാക്ക് നീട്ടി തിരിച്ചറിഞ്ഞ് അയാൾ കഴിക്കുന്ന മദ്യം ഏതാണെന്ന് കണ്ടെത്താനുള്ള അപാരമായ കഴിവാണ് DYFIയുടെ ദേശീയ നേതാവിനെ വ്യത്യസ്തനാക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനിൽ ബെക്കാഡിയുടെ ഗന്ധം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ അപൂർവ പ്രതിഭ. സാധാരണ ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് 1 രൂപയുടെ പോലും നികുതി ഇളവ് നൽകാൻ മടിക്കുന്നവർ മദ്യത്തിന് ഈ ആനുകൂല്യം നൽകുന്നതിൽ യുക്തി എന്താണെന്നാണ് റഹീമിൻ്റെ ചോദ്യം. മദ്യത്തിന് നൽകുന്ന ഈ നികുതി ഇളവ് ദുരൂഹമാണെന്നും കോടികളുടെ അഴിമതിയാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. 251% എന്ന ഉയർന്ന നിരക്കിൽ നിലവിൽ സംസ്ഥാനം ഈടാക്കിയിരുന്ന നികുതി ഇപ്പോൾ 120% മുതൽ 175 വരെയുള്ള നികുതി ഘടനയിലേക്ക് വെട്ടിക്കുറച്ചു. ഇതാണ് റഹീമിനെ ചൊടിപ്പിച്ചത്. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് മുതൽ മദ്യവർജന സമിതികളും AK ആൻ്റണിയും വരെ മറുപടി പറയണമെന്നാണ് റഹീം പറയുന്നത്. ഈ പോസ്റ്റിലാണ് മുഖ്യമന്ത്രിക്ക് ബെക്കാഡിയുടെ ഗന്ധമുണ്ടെന്ന കണ്ടെത്തൽ ഇദ്ദേഹം നടത്തുന്നത്. ഓരോ പ്രദേശത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് എത്ര അളവിൽ ഏത് മദ്യം കഴിക്കണമെന്ന് വ്യക്തമായ ധാരണയുള്ളയാളാണ് ഈ റഹിമാൻ. ദില്ലിയിൽ ചെല്ലുമ്പോൾ ബെക്കാഡിയാണ്, കേരളത്തിലെത്തുമ്പോൾ റമ്മു മുതൽ വാറ്റുചാരായം വരെ ഉപയോഗിക്കും. വേടൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അരി ആട്ടുന്നത് പോലെ നിന്ന് ആടുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ റഹീം അല്പം സേവയുള്ള ആളാണെന്ന് പല ദൃശ്യങ്ങളിലും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മദ്യത്തിന് സർക്കാർ ഒരു നികുതി ഇളവ് പ്രഖ്യാപിച്ചതോടെ എന്തൊരു വീര്യമാണ് റഹീമിൻ്റെ വാക്കുകൾക്ക് ഇപ്പോൾ. ഈ വിഷയത്തിൽ റഹീമിൻ്റെ പോസ്റ്റിന് താഴെ കോൺഗ്രസിൻ്റെ നേതാവ് BRM ഷഫീർ വന്നൊരു കമൻ്റ് ഇട്ടു. 50 ബാർ 500 ആക്കി. പ്ലാച്ചിമടയിലും പാലക്കാട്ടും കുത്തക ഭീമന് ഒയാസിസ് ഡിസ്റ്റിലറി നൽകി. അന്ന് മിണ്ടാതിരുന്ന താങ്കൾക്ക് ശബ്ദം തിരിച്ചു കിട്ടിയതിൽ സന്തോഷമെന്നാണ് ഷഫീറിൻ്റെ കമൻറ്റ്. ഇതിന് 3000-ഓളം പേരാണ് ലൈക്ക് അടിച്ചിരിക്കുന്നത്. എന്നാൽ റഹീമിൻ്റെ പോസ്റ്റിന് ആകെ കിട്ടിയ കമൻറ്റുകൾ വെറും 3000 മാത്രം. ഒന്നാലോചിച്ചാൽ ഇവൻ്റെയൊക്കെ പ്രതികരണം എത്ര രസകരമാണെന്ന് ആലോചിക്കണം. നുണ പറയുന്നവരെ സൂക്ഷിക്കണമെന്നും ഘട്ടം ഘട്ടമായി സമ്പൂർണ്ണ മദ്യനിരോധനം നടത്തുമെന്നും KPSC ലളിതയെ കൊണ്ടും ഇന്നസെൻറ്റിനെ കൊണ്ടും പരസ്യവാചകം അടുപ്പിച്ചു. ഒടുവിൽ നാട് മുഴുവൻ ബാറുകൾ തുറന്നു വെച്ചിട്ടാണ് ഇവന്മാരുടെ അലമുറയിടൽ എന്ന് ആലോചിക്കണം. ഈ ഒരു വർഗത്തിന് തലച്ചോറോ തലയോ ഇല്ലേ? ഇവരുടെയൊക്കെ തലയിൽ തലച്ചോറിന് പകരം അറക്കപ്പൊടിയാണോ നിറച്ചിരിക്കുന്നത്? യാതൊരു ഓർമ്മകളോ ചിന്തകളോ ഇവർക്കില്ല. ട്രോളുകാരിപ്പോൾ ആവശ്യപ്പെടുന്നത് ഇവറ്റകളുടെ കരച്ചിൽ മാറ്റാൻ ബജറ്റിൽ ഒരു 10 കോടി രൂപയെങ്കിലും മാറ്റിവെക്കണമെന്നാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആഭ്യന്തര വകുപ്പ് നടത്തിയ തൂഫാൻ പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു കഴിഞ്ഞു. വലിയ വാഹനങ്ങളിൽ നിന്നും സിമൻറ്റ് കട്ട ഇറക്കി വയ്ക്കുന്നത് പോലെയാണ് കണ്ടെടുത്ത കഞ്ചാവ് പൊതികൾ റോഡിലെടുത്ത് നിരത്തി വയ്ക്കുന്നത്. അപ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, കഴിഞ്ഞ 10 വർഷം ഇവിടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മരവാഴ എന്തു ചെയ്തു എന്ന്. എത്ര ഉയർന്ന അളവിലാണ് ഈ കേരളത്തിൽ MDMAയും കഞ്ചാവും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറയെ മുഴുവൻ മദ്യവും മയക്കുമരുന്നും നൽകി SFIയിലും DYFIയിലും കയറ്റി അരാജകത്വമുണ്ടാക്കലായിരുന്നു ഇവന്മാരുടെ പ്രധാന പരിപാടി. മദ്യത്തിൻ്റെ വിലയേക്കാൾ എത്രയോ ഇരട്ടി ടാക്സ് പിടുങ്ങി ചെറുപ്പക്കാരെ മുഴുവൻ മറ്റു ലഹരികൾക്ക് അടിമപ്പെടുത്തുന്ന ഒരു സംവിധാനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എങ്ങനെയൊക്കെ മനുഷ്യജീവിതത്തെ പിഴിഞ്ഞുണക്കാമോ അതെല്ലാം ചെയ്തു പിണറായി വിജയൻ്റെ സർക്കാർ. ഒടുവിൽ ജനം തെറുത്ത് കെട്ടി മാറ്റിവെച്ചു. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാർ ഘട്ടം ഘട്ടമായി നടപ്പാക്കിയ മദ്യനിരോധനം വഴി എത്രയെത്ര ബാറുകളും ബിവറേജുകളുമാണ് അടച്ചുപൂട്ടിയത്. എന്നാൽ പിണറായി സർക്കാർ ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങി അധികാരത്തിലെത്തി. മുക്കിന് എല്ലാം തുറന്നു വെച്ച് കൊടുത്തു. ഒരു ഉൽപ്പന്നത്തിൻ്റെ വിലയേക്കാൾ 2-3 ഇരട്ടി നികുതി വാങ്ങുന്ന ഒരു ഏർപ്പാട് ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെയുണ്ട്? പാവങ്ങൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന കാശെല്ലാം ബിവറേജസിൽ കൊണ്ട് തീർക്കേണ്ട അവസ്ഥയിലെത്തിച്ചു. സാധാരണ മനുഷ്യൻ്റെ ജീവിതം താറുമാറാക്കി കളഞ്ഞു. സത്യത്തിൽ റഹീം ഒരു ഹാസ്യ കഥാപാത്രമല്ല, അതിനേക്കാൾ നികൃഷ്ടനായ ഒരു ജന്മമായി മാറിക്കഴിഞ്ഞു. ഇയാൾ വടകരയിൽ ചെന്നുണ്ടാക്കിയ പുകലുകളൊക്കെ നമുക്കറിയാം.
അവിടെ നടത്തിയ ഇദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര പ്രസംഗമുണ്ട്. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ പോലെ ഏതെല്ലാം മോഡുലേഷനിലാണ് ഇദ്ദേഹം വാക്കുകൾ ഉച്ചരിക്കുന്നത്. ലോകം തന്നെ അംഗീകരിക്കുന്ന പ്രിയപ്പെട്ട സഖാവ് കെ ശൈലജ ടീച്ചറായിരുന്നു. ആ ടീച്ചർക്കെതിരെ ആരും മത്സരിച്ചോട്ടെ, പക്ഷെ മത്സരം ഒരു പൊളിറ്റിക്കൽ ബാറ്റിലാകണ്ടേ. ഡിവൈഎഫ്ഐ വടകരയിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഉത്തരവാദിത്തത്തോടെ ദാ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കാച്ചി. ഈ ജനാവലിയെ സാക്ഷി നിർത്തി വളരെ ഉത്തരവാദിത്വത്തോടെ കേരളത്തിന് ഡിവൈഎഫ്ഐ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ, കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസണാണ്. നുണ പറഞ്ഞും കള്ളത്തരങ്ങൾ കാണിച്ചും സമൂഹത്തിൽ എങ്ങനെ വർഗീയ ചേരിതിരിവുണ്ടാക്കാമെന്ന് നോക്കി നടക്കുന്ന ഒരു വിഷവിത്താണോ ഈ റഹീം? ബാറുകളുടെ എണ്ണം കുത്തനെ കൂട്ടുക മാത്രമല്ല, അവയുടെ പ്രവർത്തന സമയം 11 മണിയാക്കി ഉയർത്തിക്കൊടുത്തു അന്നത്തെ സർക്കാരും എക്സൈസ് മന്ത്രിയും കൂടി. ഒടുവിൽ അത് 12 വരെ എത്തിച്ചു. അപ്പോൾ അതിനൊക്കെ എത്രയെത്ര കോടി രൂപയാണ് നിങ്ങളുടെ പോക്കറ്റിൽ വന്നതെന്ന് എന്താണ് പറയാത്തത്? മുഖ്യമന്ത്രിക്ക് ബെക്കാടിയുടെ ഗന്ധമാണത്രേ. ഒരു നേതാവ് എത്രമാത്രം തരം താഴ്ന്നു എന്നതിന് ഇതിനപ്പുറം തെളിവ് വേണമോ? അപ്പോൾ നിങ്ങളുടെ മുൻ എക്സൈസ് മന്ത്രിക്ക് പോത്തിറച്ചിയുടെ മണവും റമ്മിൻ്റെ മണവും കൂടിക്കലർന്ന ഗന്ധമായിരുന്നോ? ഇങ്ങനെ മണം പിടിക്കാൻ നടക്കുന്ന കുറേ നേതാക്കളുണ്ട്. ഇനി വേറെ SFIയുടെ മറ്റൊരു ഡിങ്കിരിവാലൻ സഖാവുണ്ട്. അവന് പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന ലാത്തിയുടെ അറ്റത്തെ മീൻമണമാണ് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ കഴിവുള്ളത്. ആ വൃത്തികെട്ട പ്രസംഗം കേൾക്കുമ്പോൾ ഇപ്പോഴും ഓക്കാനം വരും. പിണറായി വിജയൻ്റെ 1ാം സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 30 ബാറിൽ താഴെയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. പോകുമ്പോൾ അതിൻ്റെ എണ്ണം 855 മറ്റോ ആയി. എന്നിട്ടും ഒരൊറ്റ അക്ഷരവും മിണ്ടാത്ത റഹീം ഇറങ്ങിയിരിക്കുകയാണ് മദ്യത്തിൻ്റെ ഗന്ധം മറ്റുള്ളവരിൽ നിന്നും പിടിച്ചെടുക്കാനായി. സഖാക്കൾ പോലും മനസ്സിലാക്കി തുടങ്ങി ഇയാളുടെ വിഡ്ഢിത്തരങ്ങൾ. ഒട്ടും നിലവാരമില്ലാത്ത പോസ്റ്റുകളാണ് ഈ മനുഷ്യൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ ദേശീയ നേതാവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും ഡിവൈഎഫ്ഐക്കാർ ഇവിടെ ഇല്ലാതെ പോയി. ദേശീയ നേതാവിട്ട പോസ്റ്റിൻ്റെ താഴെ ഇയാൾക്ക് കിട്ടിയ തെറിവിളികൾ മാത്രം നോക്കിയാൽ മതി ഈ മനുഷ്യന് സമൂഹത്തിലുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ. കമ്മികളും ക്യാപ്സൂളുകാരും അന്തങ്ങളും ഒന്നും ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങുന്നതേയില്ല. നിരന്തരം കള്ളങ്ങളും നുണങ്ങളും മ്ലേച്ഛത്തരങ്ങളും മാത്രം പറയുന്നതിനാൽ CPMൻ്റെയും താഴോട്ടുള്ള സംഘടനകളുടെയും ഒറ്റ നേതാവിനെ പോലും ജനങ്ങൾക്ക് വിശ്വാസമില്ലാതായി. എന്തിനാണ് പൊതുജനത്തെ പറയുന്നത്? സ്വന്തം പാർട്ടിക്കാർക്ക് ഈ വർഗത്തെ വിശ്വാസമല്ല. എവിടെ നിന്നോ തൊള്ളി മിനുങ്ങിയിട്ട് വന്ന് പാവം പിടിച്ച ചെറുപ്പക്കാരെ പിരിയിളക്കി വിട്ട് എത്ര എണ്ണത്തിന് അടിയും ജയിലും വാങ്ങിച്ചു കൊടുത്തു ഈ നേതാവ്. എന്നിട്ടും അയാൾ സുന്ദരമായി പോയി കുടുംബത്തോടൊപ്പം ബക്രീദ് ആഘോഷിച്ചു. SFI പിള്ളേർക്ക് തല്ലും മേടിച്ചു കൊടുത്തു. ചട്ടമ്പിത്തരവും ഗുണ്ടായുസവുമാണല്ലോ ഡിവൈഎഫ്ഐയിലും CPMലും പ്രവർത്തിക്കാനുള്ള അധിക യോഗ്യത. ആ ഒരൊറ്റ യോഗ്യത കൊണ്ട് മാത്രം നേതൃസ്ഥാനത്തെത്തിയ മഹാനാണ് ഈ റഹീം. മുൻപ് തിരുവനന്തപുരത്തുകാരി മേയർ ഒരു റോഡ് ഷോ നടത്തിയപ്പോൾ പിറ്റേ ദിവസം വാർത്താ സമ്മേളനം വിളിച്ച് ഈ മനുഷ്യൻ എന്തൊക്കെ വിവരദോഷങ്ങളാണ് വിളമ്പിയത്. ആ ബസ്സിനുള്ളിലെ മെമ്മറി കാർഡ് നഷ്ടമായത് ഈ റഹീമിൻ്റെ രംഗപ്രവേശത്തോടെയായിരുന്നു. ധവളപത്രത്തെ പറ്റിയോ ബജറ്റിനെ പറ്റിയോ ഈ റഹീമിനോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാമോ? ചേടാ, സാധാരണ നികുതി വർധനവിന് എതിരെയാണ് പ്രതിപക്ഷം സമരം ചെയ്യുക. ഇത് നികുതി കുറച്ചതിനെതിരെ സമരം ചെയ്യുന്നു. അങ്ങനെ നികുതി കുറച്ച മുഖ്യമന്ത്രി അഴിമതിക്കാരനാകുന്നു. സാധാരണക്കാരെ സ്ത്രീകളുടെ ജീവിതം നന്നാക്കാനായി ബസ്സിൽ സൗജന്യം അനുവദിച്ചതാണ് മറ്റൊരു മഹാ അപരാധം. അവിടെയും ആക്ഷേപമാണ്. മേക്കപ്പ് മാൻ എന്ന സിനിമയിൽ ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച കുന്തക്കാരൻ പറയത് കോടതിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ആരുടെ പൂട കളയാനിരിക്കുകയാണ് ഈ കോടതിയെന്ന്. ഇതേ ചോദ്യമാണ് ഈ CPMകാരോടും റഹീമിനോടും ചോദിക്കുന്നത്. നിങ്ങൾ ആരുടെ പൂട കളയാനാണ് ഈ സമൂഹത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? സ്വയം നാറുന്നതും മണക്കുന്നതും തിരിച്ചറിയാൻ കഴിയണം റഹീമേ. എന്നിട്ട് വേണം മറ്റുള്ളവരിൽ മദ്യത്തിൻ്റെ ഗന്ധം മണത്ത് നടക്കാൻ. പണ്ട് പോരാളി ഷാജി ഇട്ട പേരുകൂടി ചേർത്ത് വിളിച്ചാൽ ഒരു ഇളിഭ്യനായ ഇരണം കെട്ടവനാണ് ഈ റഹീം.